ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൻവിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് സൂചി ഗോതമ്പ് പായസം, അതാണ് ഇതിൻ്റെ പേര്. ഒരുവിധം എല്ലാവർക്കും വേഗം ഇഷ്ടപ്പെടുന്ന ഒരു ഗോതമ്പ് കൊണ്ടുള്ളൊരു പായസമാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് 2 കപ്പ് സൂചി ഗോതമ്പാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും പിന്നെ ഏലക്കായ് പൊടിച്ചതുമാണ് 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് 1 പിടി തേങ്ങാക്കൊത്താണ്. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ചേർത്തൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇത് തേങ്ങാപ്പാലാണ്. ഇത് 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 2ാം പാലാണ്. പിന്നെ ഇത് ഒരു തേങ്ങൻ്റെ 2ാം പാലും പിന്നെ അതിൻ്റെ 1ാം പാലുമാണ് ഇത്. ഇത് 1/2 കിലോ ശർക്കരൻ്റെ ശർക്കരപ്പാനിയാണിത്. ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമ്മളെ സൂചി ഗോതമ്പ് പായസം നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചാണ്ട് നമുക്ക് ഒരു മീഡിയം വേവിൽ വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ. വിസിൽ അടിച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു പാകത്തിന് വേവായാണ്, നല്ലോണം വേവാവണ്ട. അതിനുശേഷം നമുക്ക് വേറൊരു സോസ് പാൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വേവിച്ചെടുത്ത ആ ഗോതമ്പ് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ശർക്കരപ്പാനിയം അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതിനുശേഷം നമ്മൾ 2ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാൽ ചേർത്തെടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഒരു നന്നായിട്ട് തിളച്ച് വരും. അപ്പം നമ്മളിത് കുറുകാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളം പാർന്നിട്ടുള്ളത്, അതാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ഇതിൻ്റെ വീഡിയോ കട്ടായി, അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റാഞ്ഞത്. 2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും നല്ല ജീരകമാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത് 1ാം പാല്. 1ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് നെയ്യ് 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്തിട്ട് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. അതിന് വേണ്ടിയാണ്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇത് വറുത്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ ആ നെയ്യിൽ തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. അത് അതിൻ്റെ മേലെ ഒന്ന് ഒരു രസത്തിന് വേണ്ടിയാണ്, ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്, നല്ല രുചിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.